ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷാകാലാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ശ്രുതി ടീച്ചർക്ക് അറിയാം. അതുകൊണ്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പരീക്ഷാ ചോദ്യം. അത് മുൻപ് വന്ന ഒരു പരീക്ഷാ ചോദ്യമാണ്. അതെങ്ങനെ എഴുതാമെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. പത്രവാർത്ത. അയ്യോ, എല്ലാ പരീക്ഷയ്ക്കും മിക്ക പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് പത്രവാർത്ത അല്ലെ. LSS പരീക്ഷയ്ക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പത്രവാർത്ത എങ്ങനെ എഴുതാം? അപ്പൊ അത് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിനൊരു തലക്കെട്ട് വേണം അല്ലേ? പിന്നെ ആര്, എപ്പോൾ, എവിടെ, എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്കെല്ലാം അതിന് ഉത്തരം കിട്ടണം. ഒരു വിവരണം പോലെ ആവാൻ പാടില്ല. പിന്നെ എന്താണ്? ആശയം നഷ്ടപ്പെടാതെ അടുക്കും ചിട്ടയിലും നല്ല ഭാഷയിലും വേണം നമ്മൾ എന്തെഴുതാൻ ഒരു പത്രവാർത്ത. അത് സത്യസന്ധമായിട്ട് എഴുതണം അല്ലേ? സത്യമല്ലേ നമ്മൾ വാർത്തയിൽ കാണാറുള്ളത്? സാധാരണ അങ്ങനെയാണല്ലേ? അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് എഴുതണം. ഖണ്ഡിക തിരിച്ച് വേണം. അതായത് പാരഗ്രാഫ് തിരിച്ച് വേണം നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണ്? തലക്കെട്ട് എന്ത് ചെയ്യണം? നല്ല ആകർഷകമുള്ളതായിരിക്കണം. ആ തലക്കെട്ട് കണ്ടാൽ ആ പത്രത്തിലെ വാർത്ത വായിക്കാൻ തോന്നണം. അതുപോലെ സ്ഥലം അല്ലെ, സ്ഥലം കഴിഞ്ഞിട്ട് ഇവിടെ 2 കുത്ത് അല്ലെ, ഭിത്തിക എന്നാണ് അതിന് പറയാ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം എഴുതി പിന്നെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങള് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഇതാ, മണ്ണിൽ പൊന്നു വിളയിച്ച് വിദ്യാർത്ഥികൾ ഒരു സ്കൂളിലെ കൃഷിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതണം സ്വന്തം ലേഖകൻ. എന്താണ് എഴുതേണ്ടത്? സ്വന്തം ലേഖകൻ. അത് നമ്മൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തം ലേഖകൻ. പിന്നെ സ്ഥലപ്പേര്, ടീച്ചറുടെ സ്ഥലപ്പേര് എഴുതാണ് മേപ്പയൂർ. അപ്പോ ഇങ്ങനെ വേണം നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഇവിടെ തുടങ്ങിയിട്ട് അടുത്ത വരി ഇവിടെ വേണം നമ്മൾ തുടങ്ങാൻ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? മേപ്പയൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ എന്താണ് അവരുടെ സ്വപ്രയത്നം കൊണ്ടും അധ്യാപകരുടെ സഹായം കൊണ്ടും സ്കൂളിലെ കൃഷി ആരംഭിച്ചിരുന്നു. അത് നല്ല ഫലം അവരതിൽ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതണം. പിന്നെ ഇതിന്റെ വിളവെടുപ്പ് ആരെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, വിളവെടുപ്പ് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് നടത്തിയ ഈ പരിപാടിയിലെ സ്കൂൾ HM പ്രധാന അധ്യാപകൻ എന്ത് ചെയ്തു, അധ്യക്ഷൻ വഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. മറ്റുള്ളവർ സാന്നിധ്യമായതാരാണ്? കൃഷി ഓഫീസർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം മക്കളെ ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? പത്രവാർത്ത വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ്. നല്ല തലക്കെട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ടീച്ചർ ഇവിടെ കൊടുത്ത തലക്കെട്ട് നോക്ക്. മണ്ണിൽ പൊന്നു വിളയിച്ച് വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നാടിന്റെ അഭിമാനമായി വിദ്യാർത്ഥികൾ. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നണം, പത്രം കാണുമ്പോൾ തോന്നണം, എന്താണ് കുട്ടികൾ ചെയ്തത് അല്ലെ? നാടിന് മാതൃകയായി വിദ്യാർത്ഥികൾ എന്ത് മാതൃകയാണ് അവർ ചെയ്തത് എന്നൊക്കെ വായിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പത്രവാർത്തയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ മറ്റൊരു ചോദ്യമായിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ബൈ.